ഇന്ന് ഞാൻ നിങ്ങളുമായി ഷെയർ ചെയ്യാൻ പോകുന്നത് ഒരു ഹെൽത്തി ലഡു ആണ്. അപ്പോൾ വീഡിയോ ഇഷ്ടമായാൽ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാനും കമൻറ്റ് ചെയ്യാനും മറക്കരുത്. ലഡു തയ്യാറാക്കുന്നതിനായി നമ്മൾക്ക് വേണ്ട ഇൻഗ്രീഡിയൻസ് ഞാനിവിടെ എടുത്തിരിക്കുന്നത് അമൃതം പൊടിയാണ്, കുട്ടികൾക്ക് കിട്ടുന്ന അമൃതം പൊടി. പിന്നെ ബദാം പൊടിച്ചതാണ്, അത് നിങ്ങൾക്ക് ഓപ്ഷണലാണ്, വേണമെങ്കിൽ ചേർക്കാം. ഇത് 1 കപ്പ് പഞ്ചസാര, പിന്നെ നെയ്യ്. ഇത്രയും ഇൻഗ്രീഡിയൻസ് മതി നമുക്ക് ഈ ലഡു തയ്യാറാക്കാൻ വേണ്ടിയിട്ട്. നമുക്ക് തയ്യാറാക്കി നോക്കാം. ആദ്യം ഒരു ഫ്രൈയിങ് പാൻ വെച്ച് അതൊന്ന് ചൂടായി വരുമ്പോഴേക്കും നമുക്കതിലേക്ക് 2 ടീസ്പൂൺ നെയ്യ് ആഡ് ചെയ്ത് കൊടുക്കാം. നെയ്യൊന്ന് മെൽറ്റായി വന്നതിന് ശേഷം നമ്മൾ എടുത്തു വെച്ചിരിക്കുന്ന അമൃതം പൊടി അതിലേക്ക് ആഡ് ചെയ്ത് നന്നായിട്ടൊന്ന് സോട്ട് ചെയ്തെടുക്കാം. ഒരു ബ്രൗൺ കളർ ആകുന്നത് വരെ സോട്ട് ചെയ്തെടുക്കണം. പ്രത്യേകം ശ്രദ്ധിക്കണം, ലോ ഫ്ലെയിമിലായിരിക്കണം വെച്ചിരിക്കേണ്ടത്, അല്ലെങ്കിൽ പെട്ടെന്ന് കരിഞ്ഞു പോകും. അപ്പോൾ ലോ ഫ്ലെയിമിൽ ഇട്ട് തന്നെ സോട്ട് ചെയ്തെടുക്കാൻ നോക്കുക. അമൃതം പൊടിയുടെ കളറ് ജസ്റ്റ് ഒന്ന് ചേഞ്ച് ചെയ്ത് വരുമ്പോഴേക്കും നമ്മൾ എടുത്തു വെച്ചിരിക്കുന്ന പഞ്ചസാരയുടെ 1/4 ഭാഗം അതിലേക്ക് ആഡ് ചെയ്ത് കൊടുക്കുക. എന്നിട്ട് രണ്ടും കൂടി നന്നായിട്ട് മിക്സ് ചെയ്ത് സോട്ട് ചെയ്തെടുക്കുക. ഇപ്പോൾ ഇവിടെ അമൃതം പൊടി കളർ ചേഞ്ച് ചെയ്ത് വന്നിട്ടുണ്ട്. ഈ ഒരു പരുവത്തിൽ വേണം നമ്മൾ കോഫി ആഡ് ചെയ്ത് കൊടുക്കാൻ. അപ്പോൾ നമുക്ക് അതിനായിട്ട് കോഫി തയ്യാറാക്കാം. ഇവിടെ കോഫി തയ്യാറാക്കി എടുത്തിട്ടുണ്ട്. ഇനി അത് കോഫി കുറേശ്ശെയായിട്ട് ഇതിലേക്ക് ആഡ് ചെയ്ത് കൊടുക്കുക. എന്നിട്ട് നന്നായിട്ട് മിക്സ് ചെയ്തെടുക്കുക. പ്രത്യേകം ശ്രദ്ധിക്കണം, ഇതെല്ലാം ചെയ്യേണ്ടത് ലോ ഫ്ലെയിമിലിട്ടായിരിക്കണം, ഒരിക്കലും ഹൈ ഫ്ലെയിമിലിട്ട് ചെയ്യരുത്. നന്നായിട്ട് മിക്സ് ചെയ്തെടുക്കുക. ഇതിലേക്ക് നമ്മളിവിടെ പൊടിച്ചു വെച്ചിരിക്കുന്ന ബദാം ചേർത്ത് തൂവി കൊടുക്കുക. നിങ്ങൾക്ക് നട്ട്സാണ് ഇഷ്ടമെങ്കിൽ നട്ട്സ് എടുക്കാം, അത് നിങ്ങളുടെ ഇഷ്ടത്തിനനുസരിച്ച് എന്ത് വേണമെങ്കിലും മാറ്റിയെടുക്കാം. അതിനുശേഷം ഫ്ലെയിം ഓഫ് ചെയ്യുക. ഇനി ഈ മിക്സ് ഒരു ബൗളിലേക്ക് മാറ്റി അത് ചൂടാറുന്നത് വരെ നമുക്കൊന്ന് വെയിറ്റ് ചെയ്യാം. ഇതിലേക്ക് കുറച്ചുകൂടി നെയ്യൊന്ന് സ്പ്രെഡ് ചെയ്ത് കൊടുക്കുക. നല്ലൊരു ഫ്ലേവർ കിട്ടാൻ വേണ്ടിയിട്ടാണ് നെയ്യ് ഇങ്ങനെ സ്പ്രെഡ് ചെയ്ത് കൊടുക്കുന്നത്. ചൂടാറിയതിന് ശേഷം നമ്മൾ ഉണ്ട പിടിച്ചെടുക്കണം. ഇതുപോലെ നന്നായിട്ട് ഉണ്ട പിടിച്ചെടുക്കണം. ചെറുതോ വലുതോ ആയിട്ടെടുക്കാം, അത് നിങ്ങളുടെ ഇഷ്ടത്തിന് നന്നായിട്ട് ഉണ്ട പിടിച്ചെടുക്കാം. നമുക്ക് ഓരോന്നും അങ്ങനെ ചെയ്തെടുക്കാം. അപ്പോൾ നമ്മുടെ ലഡു ഇവിടെ റെഡി ആയിട്ടുണ്ട്. വളരെ ടേസ്റ്റി ആയിട്ടുള്ള ഹെൽത്തി ആയിട്ടുള്ള ഒരു ലഡുവിൻ്റെ റെസിപ്പിയാണ് ഞാൻ നിങ്ങളുമായിട്ട് ഷെയർ ചെയ്തത്. അപ്പോൾ വീഡിയോ ഇഷ്ടമായാൽ സബ്സ്ക്രൈബ് ചെയ്യാനും തീർച്ചയായും ഉണ്ടാക്കി നോക്കിയിട്ട് കമൻറ്റ് ചെയ്യാനും മറക്കരുത്. താങ്ക്സ് ഫോർ വാച്ചിങ്.